അപ്പം നമ്മൾ സിറിലാണ് ഇന്നൊരു വണ്ടി എടുക്കണേ. ഏത് വണ്ടിയാണെന്ന്? ടി വി എസിന്റെ ഏതോ ഒരു വണ്ടിയാണ്. മറ്റേ ബുള്ളറ്റ് ഏതോ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞ് പേര് ഞാൻ മറന്നുപോയി. ഞാനും മറന്നുപോയി. എന്തായാലും നമുക്ക് പോകുമ്പോൾ കാണാം. ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വണ്ടി ഇറക്കാനായി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ നടന്നു പോണ്. അതല്ല, മഹി പഞ്ചാബോട് വരുന്നു. അപ്പം നമ്മള് വണ്ടി നമ്മള് എല്ലാരും കൂടെ കാറി പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒരു വണ്ടിയിൽ പോകാന്ന് വെച്ചു. എല്ലാരും കൂടെ അല്ലേ, 2 വണ്ടിയിലായിട്ട് പോകേണ്ട കാര്യമില്ല. അത് നമ്മൾ ഒരു വണ്ടിയിൽ പോകാന്ന് വിചാരിച്ചു. 3 പേരേ ഉള്ളൂ. അപ്പൊ നമ്മള് മഹിപ്പഞ്ഞാട്ട് വരും. ഇപ്പൊ നമ്മള് ആ വെള്ളിലോട്ട് ഇറങ്ങി നിൽക്കുക. അപ്പൊ നമുക്ക് പോകേണ്ട വണ്ടിയാണ് വരുന്നത്. എത്തി. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു. അതെ, ഓക്കെ. അയ്യോ, നമ്മളെ കയറ്റാതെ പോണേ. അപ്പൊ നമുക്ക് വണ്ടി കയറാം. ആദ്യം അൺലോക്ക് ചെയ്യണം. ഓക്കെ. അപ്പോ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് മഹി. അറിഞ്ഞുവിടാത്തോണ്ട് കുഴപ്പമില്ല. മഹീന്ദ്ര. അപ്പൊ അവിടെ ഓപ്പോസിറ്റ് എവിടെ? അത് യമഹ അല്ലേ? എടേ, ടി വി എസ് അല്ല, യമഹയുടെ വണ്ടി അല്ല, യമഹയുടെ വണ്ടിയാണ്. ഞാൻ അതല്ലേ പറഞ്ഞത്, ടി വി എസ് അല്ലെന്ന്. ഓക്കെ. അല്ല, അവർക്ക് സിഗ്നൽ ബാധകമല്ലേ? ആണ്, ഫസ്റ്റ് ടേക്കല്ലേ? അല്ല, അവനത് വരണില്ലേ? അപ്പൊ അങ്ങോട്ട് വരുമായിരിക്കും. ഈ വഴി അറിഞ്ഞൂടെ ഇരിക്കും മിക്കാറും. വന്നിട്ടുണ്ട്. നമ്മൾ ഞെത്തിട്ട് 2 തവണ പോയിട്ട് ഇവിടെ പോയെന്ന് അത്ര എനിക്ക് അറിഞ്ഞൂടാ. ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ വണ്ടി സെലക്ട് ചെയ്യാൻ കാരണം ഇവിടെ ഉറക്കെ പറയാൻ കേട്ട്. എടാ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഉള്ളതിൽ ഇത്തിരി വൃത്തിയുള്ള വണ്ടി ഇതാണെന്ന് തോന്നി, അതുകൊണ്ട് ഇതെടുക്കും. ഒരു യമഹയുടെ പിന്നെ എടുക്കാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എഞ്ചിൻ ലൈഫ് ഭയങ്കരമാണ്. നീല ഞാൻ പോയി നോക്കിയടാ. ഞാൻ പോയി നോക്കിയപ്പോൾ അതെനിക്ക് മഞ്ഞ എടുക്കാറുണ്ട്. മഞ്ഞ